അല്പസമയത്തെ ധ്യാനത്തിനാധാരമായി തിരഞ്ഞെടുത്ത തിരുവചന പാഠഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിലൊന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഒരു നിമിഷം തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് ഞങ്ങളോടങ്ങ് പറയുമ്പോൾ ഉറങ്ങുന്നവരായിട്ടല്ല, ഒന്നും അറിയാത്തവരെ പോലെ മാറി നിൽക്കുന്നവരായിട്ടല്ല, ഞങ്ങളിലെ വെളിച്ചത്തെ ജ്വലിപ്പിക്കുവാൻ ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ ജ്വലിക്കുന്ന സാക്ഷികളായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്നത്തെ ധ്യാന ചിന്തകളിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, കുറവുകൾ നീക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇന്നത്തെ കാലഘട്ടം നമ്മളൊന്ന് നോക്കുമ്പോൾ വളരെയധികം ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇരുളിന്റെ ശക്തികൾ അതിതീവ്രമായി അന്ധകാരം എങ്ങും വിന്യസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ സാക്ഷികളാണ് നമ്മൾ ഓരോരുത്തരും. തിന്മയുടെ ശക്തികൾ അതിശീഘ്രം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാലഘട്ടം, അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാലം. ഈ കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതലിന്റെ വിളി എന്ത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ചിന്തയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നൽകിയിരിക്കുന്നത്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് പ്രകാരമാണ്: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന് വെളിച്ചം നൽകേണ്ടവരാം. ഇവിടെ തിരുവെടുത്ത് നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രകാശം നൽകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ചിരിക്കുമ്പോൾ അങ്ങുമിങ്ങുമായിരിക്കാനായിട്ടല്ല, എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഞാനും നിങ്ങളും വേണ്ട രീതിയിൽ പ്രകാശം നൽകിയില്ല എങ്കിൽ നാളെ തലമുറ തകർച്ചയുടെ അനുഭവങ്ങളിലേക്കായി പോകും എന്നതിന് യാതൊരു വിധമായ സംശയവുമില്ല. ഇന്ന് നമ്മൾ കൊടുക്കുന്ന വെളിച്ചത്തിലൂടെയാണ് നമ്മുടെ മക്കൾ നാളെ നല്ലൊരു ഭാവിയിലേക്ക് കടന്നു വരേണ്ടത്. ഇന്ന് നമ്മൾ തെളിയിക്കുന്ന വെളിച്ചത്തിലൂടെയാണ് നാളെ നമ്മുടെ മക്കൾക്ക് പാത കണ്ടെത്താനായിട്ട് സാധിക്കേണ്ടത്. ഇന്ന് ഞാനും നിങ്ങളും വെളിച്ചം നൽകാതിരുന്നു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും ഉത്തമമായിട്ടുള്ളൊരു സാക്ഷ്യം സമൂഹത്തിന്, ലോകത്തിന് നൽകാതിരുന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നാളത്തെ തലമുറയുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്കാർക്കും ചിന്തിക്കുവാനായിട്ട് കഴിയുകയില്ല. അതിശക്തമായിട്ട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ: എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇത് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിന് നൽകുന്നതായിട്ടുള്ള ഉണർത്തലാണ്. എവിടെയാണ് ഞാനായിരിക്കുന്നത്? എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ തലമുറകൾ എവിടെയാണായിരിക്കുന്നത്? എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ എഴുന്നേൽക്കുക, വിളിച്ച വിളിയെ ഉണരുക. പ്രകാശം കൊടുക്കുവാൻ ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുമ്പോൾ, ഇരുളിന്റെ മധ്യത്തിൽ വെളിച്ചം നൽകാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ, ആ വിളിയെ ഞാനും നിങ്ങളും ഒന്നും മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. വെളിച്ചം നൽകാൻ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ പഠിക്കുന്നതായ സമയത്ത് ഇസബേലിന്റെ ഭീഷണിക്ക് വഴങ്ങി ഏലിയാവ് ഭയന്നോടി ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. ബർശേബ മരുഭൂമിയിലേക്ക് ചെന്നിട്ട് അവിടെ ഇപ്രകാരം ഒരു ചൂറൽ ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നതായിട്ടുള്ള ഏലിയാവിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇപ്പോൾ മരിച്ചാൽ മതി കർത്താവേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെക്കാൾ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളും ഒരുപാട് കൊള്ളാവുന്നവനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ചൂരൽ ചെടിയുടെ തണലിൽ കിടക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണുവാൻ പറ്റും. അവിടെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അപ്പോൾ ഒരു ദൂതൻ വന്നിട്ട് ഏലിയാവിനെ തട്ടുകയാണ്, എഴുന്നേറ്റ് തിന്നുക,
എഴുന്നേറ്റ് തിന്നുക. ഏലിയാവിനോട് പറയുന്നുണ്ട്. ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവിടെ കനൽ ചുട്ട അടയും തുരുത്തിയിലെ വെള്ളവും കാണുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്, വീണ്ടും ഉറങ്ങിപ്പോവുകയാണ്. വീണ്ടും ഉറങ്ങിപ്പോകുന്നുണ്ട്. അടുത്ത് വീണ്ടും രണ്ടാം പ്രാവശ്യവും ദൂതൻ തട്ടി ഉണർത്തുന്നതായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റും. അവിടെയും പറയുന്ന പ്രകാരമാണ്, ഏലിയാവ് എഴുന്നേൽക്കുക, എഴുന്നേറ്റ് തിന്നുക. നിനക്ക് ഒരുപാട് ദൂരം പോകാനായിട്ടുണ്ട്, ഒരുപാട് ദൂരം പോകാനായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്. ഏലിയാവ് ഒരു ചൂരൽ ചെടിയുടെ തണൽ കണ്ടപ്പോ, ഒരു ചൂരൽ ചെടിയുടെ സുഖം കിട്ടിയപ്പോൾ, ഒരു ചൂരൽ ചെടി നൽകിയ സന്തോഷം കിട്ടിയപ്പോ, ആ ചൂരൽ ചെടി തന്നെയാണ് തന്റെ ലോകമെന്ന് ചിന്തിച്ച് അതിന് ചുവട്ടിൽ തന്നെ കിടക്കുകയാണ്. അതിന് ചുവട്ടിൽ തന്നെ കിടക്കുകയാ. ചൂരൽ ചെടി കൊടുക്കുന്ന സന്തോഷവും, ചൂരൽ ചെടി കൊടുക്കുന്നതായിട്ടുള്ള സമാധാനവും, ചൂരൽ ചെടി കൊടുക്കുന്നതായിട്ടുള്ള തണലും ആശ്വാസവും എല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിതം ഇത് തന്നെയാ, ജീവിതം ഇത് തന്നെയാ എന്ന് ചിന്തിച്ച് ചൂരൽ ചെടിയുടെ തണലിൽ ഈ മനുഷ്യൻ സുഖത്തോടെ കിടക്കുകയാ. അവനെ പറ്റിയിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതികളെല്ലാം മറന്നുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കുവാനായിട്ട് വിളിച്ച ദൈവം തമ്പുരാന് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ചവന്റെ സൽഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. തന്റെ വിളിയെ മറന്നുകൊണ്ട് ചൂരൽ ചെടിയുടെ തണലിൽ കിടക്കുകയാ. ചൂരൽ ചെടി കൊടുക്കുന്ന സന്തോഷവും, ചൂരൽ ചെടി കൊടുക്കുന്ന താൽക്കാലികമായ സമാധാനവും ഒക്കെ കിട്ടി. ഇത് തന്നെയാ ലോകം, ഇത് തന്നെയാ ജീവിതം എന്ന് ചിന്തിച്ച് അവിടെ കിടക്കുന്ന ഏലിയാവ്. ഇന്നത്തെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റും. ഇതാ ജീവിതം എന്ന് ചിന്തിക്കുന്നവർ. താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾ, താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾ, താൽക്കാലികമായി ലഭ്യമാകുന്ന നന്മകളുടെ എല്ലാം പിന്നാലെ പോയി ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം എന്ന് ചിന്തിച്ച് ജീവിതത്തെ മറന്ന്, വിളിയെ മറന്ന് കിടന്നുറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ദൈവം തമ്പുരാൻ പറയുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. അന്ധകാരം ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്ധകാരം ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്ധകാരം സഭയെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടുന്ന കാലഘട്ടമാണിത്. വെറുതെ ഇരിക്കേണ്ടവരല്ല നമ്മൾ. എഴുന്നേറ്റ് പ്രകാശിക്കണം. കർത്താവ് നൽകിയിരിക്കുന്ന വലിയ വിളിയാ. ഇതിനെ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും എന്ന് കർത്താവ് പറയുകയാ. നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെല്ലാം. നമ്മളെ വിളിച്ചതാരാ? കർത്താവാ. കർത്താവിന്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ വിളിയെ നമ്മൾ ആരും മറന്നു പോകരുത്. ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ തക്കവണ്ണം തമ്പുരാൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോ, വിളക്കുകളായി, തീപ്പന്തങ്ങളായി എന്നെയും നിങ്ങളെയൊക്കെ കർത്താവ് തിരഞ്ഞെടുത്ത് വച്ചിരിക്കുമ്പോ, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ ഇന്ന് എവിടെയായിരിക്കുന്നുവെന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ പറ്റും, വിളക്ക് കത്തിച്ച പറയിൻ കീഴിലല്ല വെക്കേണ്ടത്, അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ എത്ര വെക്കേണ്ടത്. ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്, വിളക്കുകളാക്കിയിരിക്കുന്നത് കടന്നു വരുന്നവർക്ക് വെളിച്ചം കാണാൻ വേണ്ടിയിട്ടാണ്. കടന്നു വരുന്നവർക്ക് പാത വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ്. കടന്നു വരുന്നവർക്ക് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള ബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവിനെ നിങ്ങളെയൊക്കെ അപ്രകാരം വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോ എന്റെയും നിങ്ങളുടെയൊക്കെ സാക്ഷ്യം എപ്രകാരമാണ്? എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതമാകുന്ന ചൂണ്ടുപലക സൂചിപ്പിക്കുന്നത് എങ്ങോട്ടാണ്? തിന്മയിലേക്കാണോ നന്മയിലേക്കാണോ? പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ശോധന ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായിട്ടുള്ള സംഗതിയാ. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതം എവിടെയായിരിക്കുന്നേ? എൻ്റെ കുടുംബം നൽകുന്ന സാക്ഷ്യം, എൻ്റെ ജീവിതം നൽകുന്ന സാക്ഷ്യം, എൻ്റെ സഭ നൽകുന്ന സാക്ഷ്യം അതെന്താ? നന്മയാണോ തിന്മയാണോ? നന്മയിലേക്ക് നയിക്കുന്നതാണോ തിന്മയിലേക്ക് നയിക്കുന്നതാണോ? അന്ധകാരത്തെ നിവാരണം ചെയ്യുന്നതാണോ അന്ധകാരത്തെ വർദ്ധിപ്പിക്കുന്നതാണോ? വാസ്തവമായിട്ട് നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമത്രേ.
പിന്നെ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഒരു അഡ്വൈസ് നമുക്ക് തരുന്നുണ്ട്. അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു: നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ചൂരൽ ചെടി തരുന്നതായിട്ടുള്ള സന്തോഷവും ചൂരൽ ചെടി തരുന്നതായിട്ടുള്ള തണലുമൊക്കെ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും ഉള്ളിലെ വെളിച്ചം ഇരുണ്ടു പോകുവാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ചൂരൽ ചെടി തരുന്ന സന്തോഷവും ചൂരൽ ചെടി തരുന്ന സമാധാനവും ചൂരൽ ചെടി മുന്നോട്ട് വയ്ക്കുന്ന നന്മകളൊക്കെ സ്വീകരിക്കുമ്പോൾ ഉള്ളിലുള്ള പ്രകാശം ഇരുണ്ടു പോകുവാനായിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളോട്: നിങ്ങളിലെ വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. വിളിച്ചിരിക്കുന്നത് വെളിച്ചം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചമില്ലാതെ പോയാൽ വിളക്കുകൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. വെളിച്ചമില്ലാതെ പോയാൽ വിളക്കുകൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. വചനം വളരെ സ്പഷ്ടമായും വ്യക്തമായിട്ടും നമ്മെ ഉണർത്തുന്നത് ഇങ്ങനെയാ: നിങ്ങളിലെ വെളിച്ചം ഇരുണ്ടു പോകുവാനായിട്ടിട്ട് വരരുത്, അത് ഇരുളാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അതിന്